ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ 1-ാം തീയതി സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ രാവിലെ അടുക്കളയിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പോയി കുളിച്ചൊരു കുറിയൊക്കെ തൊട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ നല്ല ഗോതമ്പ് ദോശയും നല്ല അടിപൊളി സാമ്പാറൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഒരുപാടിട്ട് നല്ല സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ല, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ വെള്ളം കൂടി കുറവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കേ ഉള്ള കേട്ടോ. ഇപ്പം ഇടയ്ക്കൊക്കെ മറന്നു പോകും. ഞാൻ നേരത്തെ ഇത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി അതും ഒന്ന് സെറ്റാക്കണം. അങ്ങനെ കുറേ നേരം വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. എന്തൊക്കെയോ സൗണ്ടുകൾ കേട്ടു. മഴയാണോ എന്നൊരു ഡൗട്ട്. ജനൽ തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ജനലൊക്കെ തുറന്ന് നോക്കിയപ്പോൾ കാണാമോ നല്ല അടിപൊളി മഴ പുറത്ത്. 2-3 ഡ്രസ്സ് ഞാൻ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് അകത്തിട്ടു. അതിനുശേഷം നല്ല മഴ കേട്ടോ. ഈ ഒരു തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ. എൻ്റെ സ്വന്തം അല്ലെങ്കിലും ഇതിനകത്താണെങ്കിൽ കുറേ കരിയിലക്കിളികൾ വന്നിരിക്കും. കരിയിലക്കിളി എപ്പോഴും വന്നിരിക്കും കേട്ടോ. ഏത് ടൈമും ഇവിടെ കരിയിലക്കിളിയാണ് ആ ഒരു ഭാഗത്ത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലും വരാറുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ കൂടുതൽ സമയം ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് TV ഒക്കെ കാണാമെന്നും കരുതിയിട്ട് എനിക്ക് ഇവരുടെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരുടെ ആ ഒരു ജോലികളായാലും ആ ഒരു വീടിൻ്റെ പരിസരമായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കണ്ട് ഭയങ്കര ഉറക്കം തൂങ്ങലാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ശരീരത്തിൻ്റെ ക്ഷീണമാണോ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഉറക്കം തൂങ്ങല. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് കഴിച്ചാട്ടോ. അത് കഴിച്ചപ്പോഴത്തേക്കും വയറ്റിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ ഒരു ബുൾസൈ അടിച്ചു ഓടിക്കാനും കരുതി അങ്ങനെ നേരെ ബുൾസൈ ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു യോക്ക് പൊട്ടാതെ എടുക്കണ്ടേ, അപ്പം അതൊരു ടാസ്ക്കാണ്. മിക്ക ടൈമും ഞാൻ ഇങ്ങനെ കൊട്ടി ഒരിക്കലും ഇത് വെട്ടുകൊണ്ട് പൊട്ടി വീഴത്തില്ല. അതിൻ്റെ ആ ഒരു പാടയോടുകൂടി അങ്ങനെയൊക്കെ ഇരുന്ന് കേട്ടോ. പിന്നെ എന്തായാലും പൊട്ടിച്ചൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ചൂടോടെ അതങ്ങ് കഴിച്ച്. അതിനുശേഷം ഇതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ തുണി മടക്കൽ. ഈ റൂം നമ്മൾ യൂസ് ചെയ്യത്തില്ല കേട്ടോ. അതുകൊണ്ട് നേരെ തുണികളെല്ലാം കൊണ്ട് ഇങ്ങോട്ട് ഇടക്കാണ് പരിപാടി. പിന്നെ മഴ സമയത്ത് ഞാൻ ഇവിടെ 2 അശ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഇടാൻ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് ഞാൻ ഉണക്കിയൊക്കെ എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഇതിനകത്താണ് കേട്ടോ. ആ ഒരു ടൈമിൽ കൊണ്ടിട്ടതാണ്. അതിന് ശേഷം എപ്പോഴും ഇതിനകത്ത് തുണിയാണ്. പിന്നെ ഞാൻ ഈ തുണിയെല്ലാം അങ്ങ് മടക്കി വെച്ച് ഇനി ഇതിൽ തുണിയൊന്നും ഇടത്തില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഞാൻ ഇട്ടേക്കും. ഈ ബെഡിൻ്റെ മുകളിൽ ഏത് സമയവും ഇങ്ങനെ തുണി ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. ഇവിടെ ആരും കിടക്കാത്തതുകൊണ്ട് അപ്പോൾ നമ്മളങ്ങോട്ട് അധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഞാൻ ഈ റൂം ഫുള്ളിന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. തൂത്ത് വൃത്തിയാക്കി. തൂക്കാറുണ്ടെങ്കിൽ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അതൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ തുണിയും കാര്യങ്ങളും എല്ലാം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോവുക. അപ്പം വീട്ടിൽ പോകുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് തുണികൾ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളതും ഉണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. ഭയങ്കര പണിയായിരുന്നു ഇന്ന്. രാവിലെ എണീറ്റ് അടുക്കളയിലെ പരിപാടി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് തൂപ്പായി. പിന്നെ കുറച്ച് ഭാഗമൊക്കെ തുടച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് കരുതിയത്. അതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോയിൽ. മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലെന്ന് പറയുമ്പം നമ്മുടെ കയ്യിൽ ഓണത്തിൻ്റെ ആ ഒരു ടൈമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. 1 മാസം എന്തോ അല്ലേ ഉള്ളൂ ഓണത്തിൻ്റെ ആ ഒരു ടൈമിന്. പെട്ടെന്ന് അങ്ങ് സമയം പോവുകയാണ് കേട്ടോ. മടക്കി വെച്ച തുണികളെ ഫുള്ള് നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, മറ്റേ റൂമിലോട്ടാക്കാം. പിന്നെ പിന്നെ അധികം ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. എങ്കിലും വൈകിട്ട് അമ്പലത്തിലൊക്കെ പോകാം എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തോ ഒരു ശാന്തി സമാധാനമൊക്കെയാണ് കേട്ടോ. പിന്നെ എനിക്കിന്ന് രാമായണം വായിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഈ വൈഫൈ കണക്ഷൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നുകൊണ്ട് ഞാൻ വിളക്ക് കത്തിക്കാനും ലേറ്റായി. എനിക്ക് ആ ഒരു ബുക്ക് വായിക്കാനും ഉള്ള ഒരു ടൈം കിട്ടിയില്ല. പിന്നെ ഇവിടെ കിടക്കത്തില്ലെങ്കിൽ പോലും ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചങ്ങ് ഇടാമെന്നും കരുതി കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് കിടക്കുമല്ലോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാമെന്നും കരുതിയിട്ടാണ് കേട്ടോ ഇത് കൊണ്ടിടുന്നത്. കഴുകുന്ന കാര്യം ഓർക്കുമ്പോൾ ചില സമയങ്ങളിൽ ഇപ്പം ഞാൻ മിക്കവാറും ഒക്കെ മെഷീനകത്ത് ഇടാറേ ഉള്ളൂ. നേരത്തെ ഞാൻ കല്ലുള്ള ടൈമിൽ ഞാൻ കല്ലിലിട്ട് കഴുകിയെടുക്കുമായിരുന്നു. പിന്നെന്താ പിന്നെ ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. ബാക്കിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വരും. പിന്നെ അവൻ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇലയുടെയോ അല്ലെങ്കിൽ ഓട്സ് എങ്കിൽ ഓട്സ്, പിന്നെ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം
കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ ഇനി നല്ല വിശപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിക്കാൻ കേട്ടോ. സാമ്പാറും കൂമ്പ് തോരന് പിന്നെ 2 സൈസ് അച്ചാർ എപ്പോഴും എൻ്റെ വീക്ക്നെസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ സവോള പിന്നെ മുളക് ഉടച്ചത് ഇതൊക്കെ എനിക്ക് എന്തോ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വെളിയിറങ്ങി നിൽക്കുകയാണ്. കിളികളെല്ലാം പറന്ന് അവരുടെ വീട് പറ്റുകയാണെന്ന് തോന്നുന്നു. ഒരു വൈകുന്നേര സമയങ്ങളിൽ നല്ല ഭംഗിയല്ലേ ആകാശത്ത് നോക്കാം. മോനാണ് കേട്ടോ അത് വിളിച്ച് കാണിച്ചത്. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിൽക്കും. ഞാനങ്ങനെ ഫ്രണ്ടിലൊന്നും ഇറങ്ങിയിരിക്കാറില്ല. പിന്നെ കുഞ്ഞൊക്കെ വന്നിട്ട് അവൻ്റെ എന്തോ ടോയ്സും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ച്. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ വൈഫൈ കണക്ഷൻ്റെ ആൾ വന്നത്. പിന്നെ ഞാൻ ലേറ്റായിട്ട് ആ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ 2 കണ്ണാടിയൊക്കെ വെച്ച് സ്കെയിലും കൊണ്ട് കളിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വൈഫൈ കണക്ഷന് ആൾ വന്നതുകൊണ്ട് കൂടി നമ്മൾ അമ്പലത്തിൽ പോക്കും സ്റ്റോപ്പായി കേട്ടോ. പിന്നെ രാത്രിക്ക് മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.